ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അതായത് സിമ്പിളായിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് മധുരമൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്തും അല്ലെങ്കിൽ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഈസി ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ക്യാരറ്റ്, അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി റൈസ്, മിൽക്ക് പൗഡർ, ഷുഗർ, ഇത്രയും കുറഞ്ഞ സാധനങ്ങൾ മതി കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മളിതാ സ്റ്റൗവിൽ നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ ചൂടായ സമയത്ത് നമ്മൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമ്മൾ ആഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. അതായത് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ബിരിയാണി റൈസ് കുറച്ച് മുമ്പ് തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിലിട്ടിട്ട് ഒരു രാവിലെ തന്നെ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിന്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. റൈസ് നമ്മൾ അധികം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വെന്ത് വരുമ്പോൾ അത്യാവശ്യം റൈസ് ഉണ്ടാവില്ല, നമുക്ക് കാണുമ്പോൾ എല്ലാം തോന്നും അത്യാവശ്യം ഉണ്ടാവും. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഈ പാലാണ് കേട്ടോ. ഈ പാലിൽ കിടന്നിട്ടാണ് നമ്മൾ ഇതൊന്ന് വറ്റിയിട്ട് എടുക്കുക. അതായത് നമ്മൾ ഈ റൈസ് വെന്തിട്ട് വരണം. അപ്പം നമുക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചൊരു വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടോ. അതായത് നമ്മൾ അതിൽ കിടന്നാണല്ലോ വേവ്, അപ്പം അതിൻ്റെ ഒരു ഇതിനനുസരിച്ച് നമ്മൾ ഇത്തിരി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പാൽപ്പൊടിയാണ് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ഇതുപോലെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പഞ്ചസാര, നമ്മളെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും, ചിലവർക്ക് അധികം മധുരം ഇഷ്ടപ്പെടാത്തവർക്ക് നോർമലായിട്ടുള്ള അങ്ങനെ ഇടാം. അത് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഏലക്ക പൊടിച്ച പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു പാകം ആകുമ്പോൾ നമുക്ക് എടുക്കാം. അതായത് നമുക്കിങ്ങനെ കോരി കഴിക്കണ ഒരു രീതിയിൽ, ഈ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഇഷ്ടത്തിന്, ഞാൻ ഇപ്പോൾ ബദാമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിന് മേലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കുകയും ചെയ്യാം, ചൂടോടെയും കഴിക്കാം. അതല്ലാതെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടും കഴിക്കട്ടോ. ഞാൻ തണുപ്പിച്ചിട്ടാണ് കഴിച്ചിട്ടുണ്ടായത്. എനിക്ക് തണുപ്പിച്ച് കഴിച്ചപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. നമുക്ക് കുറച്ചൊരു അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് അറിയാലോ, കോരി കഴിക്കുന്ന രീതിയിലുള്ളൊരു ഇതാണ് വരിക. അപ്പം ഇതാണ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്.